ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ മീൻ പിടിക്കാൻ പോവുകയാണ്. കരിമീൻ പിടിക്കാൻ പോവുകയാണ്. നമ്മൾ കരിമീൻ പെട്ടി പൊക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ പെട്ടി ഇട്ടിരിക്കുന്നത് കുറച്ച് പടിഞ്ഞാട്ട് മാർജിയാണ്. അപ്പോൾ നമുക്ക് ആ പെട്ടി പോയി ഒന്ന് പൊക്കി നോക്കാം. കരിമീനുണ്ടോ, കരിമീനല്ല ഇനി മറ്റേതെങ്കിലും മീനാണോ ഒന്നും അറിയാൻ മേല. നമുക്ക് നേരെ പോയി പൊക്കാം. അപ്പോൾ നമ്മൾ ഏറെ ദിവസമായല്ലോ മീൻ പിടിക്കുന്ന വീഡിയോ ഒന്നും ഇടാതായിട്ട്. മീൻ പിടിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ പിടിക്കാൻ പോകുമ്പോൾ ഏറ്റവും കുറവ് മീനാണ് കിട്ടുന്നത്. അതുകൊണ്ടാണ് വീഡിയോ ആയിട്ടിടാഞ്ഞത്. ഇനിയിപ്പം നമുക്ക് നോക്കാം. ഇപ്പം ഷട്ടർ തുറന്നിട്ടുണ്ട്, വെള്ളം കൂടിയിട്ടുണ്ട്, കരിമീൻ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പെട്ടിക്കകത്ത് കപ്പയൊക്കെ കുത്തി ഇട്ടിരിക്കുകയാണ്. ഇനിയിപ്പം നമുക്കൊന്ന് പോയി എടുത്ത് നോക്കാം. ഇവിടുത്തെ വെള്ളത്തിന് ഓരായി, ഉപ്പായി. നമ്മുടെ ആദ്യത്തെ പെട്ടിയാണ്. നമ്മൾ ഒത്തിരി ദിവസമായി നമ്മൾ പെട്ടിയൊക്കെ പൊക്കാതെ കിടക്കുന്നു. പെട്ടിയൊക്കെ ഏറ്റവും പഴയതായി. ഇതിനകത്തൊരു ചെറിയ കരിമീൻ, അതെ ഫസ്റ്റത്തെ പെട്ടിയിൽ തന്നെ നമുക്ക് ചെറിയ കരിമീൻ കിട്ടി. അത്ര ചെറുതല്ല. നമുക്ക് കപ്പ കുത്തി ഇത് പഴയതുപോലെ തന്നെ ഇടാം. വേണ്ട കപ്പ ചെറിയ പീസായിട്ട് നമ്മൾ മുറിച്ചെടുത്തിരിക്കുക. നമ്മൾ നമുക്ക് ആ കരിമീനെ നമുക്ക് വെള്ളത്തിലേക്ക് ഇടാം. അതിനകത്ത് കിടന്ന് ചാടുമ്പോൾ വെള്ളം തെറിക്കും. അടുത്ത പെട്ടിയിട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് പോകും. നമ്മൾ ഈ ഭാഗത്താണ് ഇട്ടിരിക്കുന്നത്. കിട്ടി, കണ്ട്. ഇതിനകത്തുണ്ട്, ഇതിനകത്തും കരിമീനുണ്ട്, ചിരക്കുന്നുണ്ട്. നമുക്ക് ആദ്യം കിട്ടിയ സൈസ് തന്നെ. വെയില് ക്ലിയർ ആകുന്നില്ലേ? കരിമീൻ വന്നിട്ടുണ്ട്. ഈ ഭാഗത്താണ് ഒരു പെട്ടി ഇട്ടിരിക്കുന്നത്. ഒരടയാളമേ ഉള്ളൂ, ഉദ്ദേശ കണക്കാണ്. കണ്ട് പെട്ടി വീണ് കിടക്കുക. ഇതിനകത്തുണ്ട് ചെറിയ അട്ടക്കൊക്ക. ഇത് മാറ്റമുണ്ട്. ഇത് നല്ല പെരുത്ത കരിമീൻ ഉണ്ടോ? നല്ല സൂപ്പർ കരിമീനാണ് ഇതിനകത്ത്. കാണാൻ മേലെ നല്ല വെയില, നേരം വെളുത്ത്
ചാടി ചാടി പോവുക. അതിന് കയ്യെ കരിമീൻ്റെ മുള്ള് കയ്യെ കൊള്ളു, അതാണ് ഒരു വിഷയം. നല്ല മുഴുത്ത കരിമീൻ ഉണ്ടല്ലേ. ഈ പെട്ടിയിൽ നമുക്ക് തീറ്റി പുറത്ത് ഇവിടെ തന്നെ ഇടാം. രാവിലെ തന്നെ നല്ല സൂപ്പർ വെയിലാണ്. കറക്കമായി നമ്മളിവിടെ ഒരു ഉപ്പ് വെള്ളമായി. അപ്പം നമ്മൾ ഇറക്ക സമയമാകുമ്പോൾ ഉപ്പ് കുറയും. ഉപ്പ് കുറയെന്ന് പറഞ്ഞാൽ തീരെ ഇല്ലാതാകും. അപ്പോഴാണ് നമ്മൾ തുണി അലക്കാനും കുളിക്കാനും ഒക്കെയുള്ള വെള്ളം ടാങ്കിലേക്കൊക്കെ അടിച്ചു കയറ്റും. ഈ പെട്ടി വീണ് കിടക്കുക. ഇതിനകത്ത് അനങ്ങുന്നുണ്ട്, പക്ഷെ ചെറുതാ കണ്ടോ. ഇതിനകത്ത് 2 ഉണ്ട്. ഒരു ചെറുത്, ഒരു ചെറുത്. വെള്ളത്തിന്റെ കളറും കരിമീൻ്റെ കളറും ഒന്നായതുകൊണ്ട് കിടന്ന് ചിറയ്ക്കുക. ഓ വേണ്ട, മീനൊന്നും കിട്ടാതിരിക്കുന്ന സമയമാണ്. നമ്മൾ പെട്ടി ഇവിടെ ഒരു പെട്ടി ഉണ്ടായിരുന്നു, പക്ഷെ അതിപ്പം തപ്പിയെടുക്കാനാ പാട്. ഇവിടെ എല്ലാം ഈ മടല് ഒഴുകി വന്നിരിക്കും. ഓല ഇത് കണ്ടോ, ഇവിടെ തെങ്ങേന്ന് വീഴുന്ന ഓലയാണ്. ഇതൊക്കെ നമുക്ക് വലിച്ചു മാറ്റിയാൽ പെട്ടി എവിടെയാണെന്ന് പോലും അറിയാനൊക്കത്തുള്ളൂ. ഇതിപ്പോൾ ഒരു മഴ പെയ്തൊരല്പം വെള്ളം ഒഴുകാതെ ഈ മടലൊന്നും നമുക്ക് പോകത്തില്ല. ഇതിപ്പോൾ വലിച്ചു കയറ്റുകയെന്ന് വെച്ചാൽ തന്നെ എത്ര നമ്മൾ ഒത്തിരി മടൽ വലിച്ചു കയറ്റണം, ഒത്തിരി ഓല വലിച്ചു കയറ്റണം. അതെ, ഇന്ത്യ എന്ന് ആർക്കറിയാൻ കിട്ടി നോക്കാം. എനിക്ക് തോന്നുന്നതാണ് ആ ഒരു മടലിൻ്റെ ആ ഭാഗത്തായിരിക്കും. ഇത് മാത്രം ഓലയാ. പണ്ടൊക്കെ ഈ ഓല എല്ലാവർക്കും ആവശ്യമായിരുന്നു, ഇപ്പോൾ ആർക്കും വേണ്ട. ഓലയൊക്കെ ഇനിയുണ്ടോ അല്ലേ, താഴെ കിടപ്പുണ്ട്. ഉണ്ടോ, നമ്മുടെ പെട്ടി ഒന്ന് തപ്പി എടുക്കണം. ഇത് ഭാഗത്താണ് കിടക്കുന്നത്. കണ്ടുപിടിച്ചു. പെട്ടി വീണ് കിടക്കുക. ഇതിനകത്തുണ്ട് കരിമീനുണ്ട്, പക്ഷെ ചെറുതാണെന്ന് തോന്നുന്നു. നമുക്ക് ആദ്യം കിട്ടിയ സൈസ് തന്നെയാണ്. ഞാനുണ്ടോ കരിമീൻ വന്നിരിക്കുന്ന ഈ സൈസല്ല. ഇതിൻ്റെ കപ്പ എന്താ ഇത്ര ആക്കി. നമുക്ക് ഇതും കപ്പ കുത്തി നമുക്ക് ഇവിടെ തന്നെ ഇടാം.
നമുക്ക് അടുത്ത പെട്ടി ഉള്ള സ്ഥലത്തേക്ക് പോവാം. ഈ പെട്ടി പൊക്കി കഴിഞ്ഞപ്പോൾ വള്ളം തിരിഞ്ഞു പോയി. നമ്മളിവിടെയാണ് ഒരു പെട്ടി ഇട്ടിരിക്കുന്നത്. നോക്കിയെടുക്കാം. ഇതെല്ലാം ഓലയാണ്. ഓല ഓലയുടെ മടലൊക്കെ കയറി കിടക്കുക. അതാണ് നമ്മൾ ആദ്യം നോക്കിയപ്പോൾ കാണാവുന്നത്. ഇതും പെട്ടി വീണ് കിടക്കുക. ഇതിനകത്തൊരു ചെറുതാണ്. ഈ സൈസ് തന്നെയാണ് വന്നിരിക്കുന്നത്. ചെറിയ വെള്ളത്തിൽ ഇതിനകത്ത് ഒരെണ്ണം കൂടെ ഉണ്ട്. ചെറുതാ, വിട്, അതിനെ വിട്. ഞാനെടുത്ത് കളയാം. ഈ പെട്ടി നമുക്ക് കപ്പ കുത്തി ഇവിടെ തന്നെ ഇടണം. ഒരു ബോട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ ബോട്ട് പോയി കഴിഞ്ഞിട്ട് നമുക്ക് ഇനി അടുത്ത പെട്ടി ഇട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് പോകാം. ബോട്ട് നമ്മളെ കണ്ടുകൊണ്ട് സ്പീഡ് കുറച്ചു. അവർക്കറിയാം നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോ എടുക്കുന്നതാണെന്ന് അവർക്കറിയാം. സ്പീഡ് കുറച്ച് പോകുന്നു. എല്ലാ ദിവസവും ഇങ്ങനെ വരുന്നതാണ്. നല്ല ഓളോ. ഈ ബോട്ട് പിന്നെ കുറച്ച് അങ്ങോട്ട് പോകത്തില്ല, രാമങ്കരി ജെട്ടി വരെ പോകത്തില്ല. അത് കഴിഞ്ഞ ഉടനെ തന്നെ അത് തിരിച്ചു വരും. അപ്പം നമ്മളത് തിരിച്ചു വരുന്നതിന് മുമ്പേ നമുക്ക് അടുത്തൊരു പെട്ടി നോക്കാം. ഭാഗത്താണ് പെട്ടി കിടക്കുന്നത്. ഒരു ഉദ്ദേശ അടയാളമേ ഉള്ളൂ നമുക്ക്. കണ്ട്. വീണ് കിടക്കുക. ഇതിനകത്തുണ്ട് ചെറുതാണ് തോന്നുന്നു. എല്ലാം ഒരു സൈസ് കരിമീൻ തന്നെ. ഇതിനകത്ത് വേറെ ഒരു മീനൂടെ ഉണ്ടായിരുന്നു. കണ്ടാ, കരിമീൻ്റെ കൂടെ മറ്റേത് മീൻ കയറിയാലും അത് കൊത്തിക്കൊന്നുകളെ. അതിൻ്റെ ഒരു തെളിവാണിത്. ഈ ഭാഗത്താണ് ഒരു പെട്ടി ഇട്ടിരിക്കുന്നത്. ബോട്ട് തിരിച്ചു വരുന്നുണ്ട്. ഇതുണ്ട്, മുട്ടിഞ്ഞു വന്നു. വരട്ടല്ലേ. ഇതും വെട്ടി വീണ് കിടക്കുക. ഇതിനകത്തുണ്ട്. ഇതിനകത്ത് രണ്ടെണ്ണമാണ്. എല്ലാ കരിമീനും ഒരേ സൈസ് കരിമീൻ. അതിനെ വിട്. ആ ബോട്ട് പോയി കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടിയില്ല.
ഉള്ളു. അത് മോശം കരിമീനല്ല, നല്ല കരിമീനാണ്. അതെ, ചെറിയ കരിമീൻ എന്ന് പറഞ്ഞാൽ അത് ഒരുവിധം വലിയ കരിമീൻ തന്നെയാണ്. ബോട്ട് നമ്മുടെ തിരിച്ചു പോവുകയാണ്. ഇപ്പം അതിൻ്റെ ഓളം പോയി കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഈ പെട്ടി ഇടാൻ. നമുക്ക് ഈ പെട്ടി ഇവിടെ ഇട്ട് ഇടാം. വെള്ളം തിരിഞ്ഞു പോയി. ഇനി ഇത് കാറ്റ് പഠിക്കാൻ തന്നെയാണ്. കാര്യം തിരിച്ച് നമുക്ക് അടുത്തൊരു പെട്ടി കിടക്കുന്ന സ്ഥലത്തേക്ക് പോവാം. ഉണ്ട്. പെട്ടി വീണ് കിടക്കുക. കരിമീനില്ല. അതിനുണ്ടൊരു ചെറിയ പരല ഉണ്ടോ? എൻ്റെ പരല അതിനകത്ത് കയറിയിരുന്നത്. നമ്മുടെ ലാസ്റ്റ് പെട്ടിയാണ് ഇവിടുത്തെ. നോക്കാം. പെട്ടി വീണിട്ടില്ല. ഉണ്ടോ? മീനൊന്നും വന്നിട്ടില്ല. തീറ്റി ഇല്ല. കപ്പയൊക്കെ പോയി. ഈ പെട്ടിയും കൂടെ നമുക്ക് ഇട്ടിട്ട് നേരെ വീട്ടിലേക്ക് പോകും. പെട്ടി നമ്മൾ പുറത്തുനിന്ന് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇതെങ്ങനെ പോയി താഴെ വീണ് കിടക്കുമെന്ന് അറിയാൻ വരാം. അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ഈ തോട്ടിയെ കൂടെ തന്നെ പയ്യെ താഴെ ഇടുന്നത്. നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. വെയിലിൻ്റെ ശക്തി കൊണ്ട് കണ്ടോ പുല്ലിയെത്താൻ വരിക. കുട നേരത്തെ തന്നെ അഡ്വാൻസ് ആയിട്ട് കുടയൊക്കെ വെച്ച് പശുവിന് പുല്ലിയെത്താൻ പോവുകയാണ്. വെള്ളമുണ്ടല്ലേ? ശരി, നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. കാത്തു വന്നിട്ടുണ്ട്. കാത്തുവിന് അതുകൊണ്ട് പോയി. അപ്പം നമുക്ക് എന്തുമാത്രം കരിമീൻ കിട്ടിയെന്ന് നോക്കാം. കുടഞ്ഞിടട്ടെ. വെള്ളമായി ഇത്ര കരിമീനാണ് നമുക്കിന്ന് കിട്ടിയത്. അപ്പൊ നമുക്ക് ഇന്ന് നമുക്ക് പെട്ടിപ്പൊക്കിയിട്ട് മീൻ പിടിക്കാൻ പോയിട്ട് നമുക്ക് ഇത്രയും കരിമീനാണ് കിട്ടിയത്. അപ്പോൾ ഞങ്ങളെ ഇന്നത്തെ ഈ കാഴ്ചകൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാം കിടന്ന് ചാടുക.